അപ്പോൾ ഒരു വീഡിയോ കടന്ന് വൈറലാകുന്ന ഒരു വൃത്തികെട്ട പരിപാടി കാണിച്ചിട്ട് ഓൺലൈൻ പാപ്പരാസികൾ ചെയ്ത പരിപാടി. അപ്പോൾ അതിലൊരു ടീം എംവുഡ് എൻ്റർടൈൻമെൻറ്റ്സോ എന്നെ തോന്നണു ഒരു ശരത്തിൻ്റെയും ബിൻസിയുടെയും വീഡിയോ എടുത്ത് വൈറലാക്കി. അതായത് അവരിങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സംസാരിക്കുന്ന സംഭവത്ത് ജസ്റ്റ് ഒരു ടച്ച് ചെയ്യുന്നുണ്ട് ശരത്ത്. അങ്ങനെ അത് എന്ത് ടച്ചോ ആയിക്കോട്ടെ, എങ്ങനെയോ ടച്ച് ചെയ്തോട്ടെ, അത് അവരുടെ കാര്യം, അവരുടെ കംഫേർട്ടാണ്. അത് ബിൻസിക്ക് തെറ്റായി തോന്നിയിട്ടില്ലെങ്കിൽ പിന്നെ അത് നോക്കിയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടോ കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അനുമോളെ അവരങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പം എന്തെങ്കിലും കാണിക്കുന്ന ഒരു ഭാഗത്ത് ഇവരുടെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലേ, ഉണ്ടോ ഉണ്ടാവത്ത, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ അതൊരിക്കലും ബാക്കിയുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവുന്നുള്ളൂ. കാരണം ഒരു ഫാമിലിയിലെ ശരത്ത് അങ്ങനത്തെ ഒരു വിചാരം ശരത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. പക്ഷെ അത് അവരുടെ ഫാമിലിയോ അവരുടെ വൈഫോ പറയേണ്ട കാര്യങ്ങളാണ്, നമ്മൾ വേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ ഇതിങ്ങനെ ഓൺലൈനിൽ നിങ്ങൾ ഈ വൃത്തിയായിട്ട രീതിയിൽ ആംഗിളും ഒരു ക്യാമറ ആംഗിളും വെച്ച് അതായത് ഒരു സ്ഥലത്ത് ഒളിച്ച് നിന്ന് ഇതെടുക്കുമ്പോൾ എന്തുമാത്രം വൃത്തിയുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആലോചിക്കുക. കാരണം അത് എന്നിട്ട് ഓൺലൈൻ വഴി വൈറലാക്കുക, എന്നിട്ട് കുറേ പേര് റിയാക്ട് ചെയ്യുമ്പോൾ ഒരുമാതിരി തമ്മിലും വയ്ക്കുക, അതൊക്കെ കാണുമ്പോൾ ഒരു കാരണം ഒരു വൃത്തികെട്ട രീതിയിൽ അതൊക്കെ നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. കർമ്മ എന്ന് പറഞ്ഞാൽ ഇതൊന്നല്ല കർമ്മ, അനുമോൾ തന്നെ പറഞ്ഞതിലുള്ളവർക്ക് വേറെ കിട്ടിക്കോളും. ഇത് ഒരുമാതിരി പക്ഷേ ശരി കുറേ പേര് ഇത് പറയുന്നത് നമുക്ക് ശരിയായി തോന്നും. കാരണം അനുമോളെ പറഞ്ഞതിന് ഇത് ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് അവരിങ്ങനെ തന്നെയുണ്ട് വെറുതെ എന്നിട്ട് അനുമോളെ കുറ്റം പറഞ്ഞാണ് ആ ഒരു രീതിക്കൊക്കെ ഇത് പോവുക. അങ്ങനെ പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഡിലീറ്റ് ആക്കി അതുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം കുറേ പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം കാരണം ഇപ്പോൾ അവരൊക്കെ പറയുന്നത് അനുമോളെ പറഞ്ഞതായി പിന്നെ ഒരു കർമ്മ കിട്ടി. എന്തിന് ഇതിൻ്റെയൊക്കെ ഇതാവശ്യമുണ്ടോ? അതായത് ഓൺലൈൻ പാപ്പരാസികളെ നിങ്ങൾക്ക് ഒരാളുടെ ഒളിഞ്ഞു നിന്നിട്ട് വീഡിയോ എടുത്തിട്ട് തെണ്ടിത്തരം കാണിച്ചത് വൈറലാക്കിയിട്ട് ഡിലീറ്റ് ആക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഒന്ന് ഇടാണ്ടിരിക്കണ്ടേ നിങ്ങളത് കിട്ടിയെങ്കിൽ അങ്ങനത്തെ സംഭവം എന്തിനിടുന്നത്? നിങ്ങൾക്ക് ഇത്ര കണ്ടന്റ് എന്താണ് ഇഷ്ടം പോലെ കണ്ടന്റുകൾ ഇട്ടിട്ടുണ്ടല്ലോ. ഓരോരുത്തർ വരുന്ന വീഡിയോ എടുക്കുന്ന ഓരോ ഇഷ്ടം പോലെ സ്ഥലത്ത് പോയിടുന്ന അത്ര ഒരെമ്മ 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം ഒരെമ്മൊക്കെയാണ് വ്യൂസ് കിട്ടുന്നത്. പിന്നെ എന്തിനങ്ങനത്തെ പൊട്ടത്തരം കാണിക്കുന്നു? നിർത്തിയിട്ട് പോ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കുറേ എണ്ണം അങ്ങനെ കുറേ പേര് അവർക്ക് ഇഷ്ടമില്ലാണ്ടും കൂടി വീഡിയോ എടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. വീഡിയോ എടുക്കുക, അവരുടെ ഓരോ ആംഗിൾ വെച്ച് വീഡിയോ എടുക്കുക, ഇടുക. സമ്മതിച്ചു തരണം കേട്ടോ അങ്ങനത്തെ തൊലിക്കെട്ടുള്ളവരെ. കുറേ സാബുമോൻ ഒരു വീഡിയോ എടുത്തതിൽ കുറേ പെണ്ണുങ്ങളും അതിലുണ്ട് ഇങ്ങനത്തെ ഓൺലൈൻ പാപ്പരാസികൾ. എന്തിനാ അറിയില്ല.